മറ്റാരുണ്ട് LDF അല്ലാതെ? CPM സംബന്ധിച്ചിടത്തോളം പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വോട്ടുകളൊക്കെ പോവുക. അതൊക്കെ പിന്നീട് വേറെ സ്വാഭാവികമായിട്ടൊരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് അനുകൂലമായ വാദഗതി ഉണ്ടാക്കുമല്ലോ. നമ്മൾ എതിർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അയാൾ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും പദാനുപദം മറുപടി പറഞ്ഞു പോകുന്നത് ശരിയല്ല, അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തളിപ്പറമ്പ്. അവിടെ PK ശ്യാമള ടീച്ചറാണ് LDFൻ്റെ സ്ഥാനാർത്ഥി. ടീച്ചറെ ഓടി തളർന്നോ? ഇല്ലപ്പാ, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പ്രവർത്തിക്കുന്ന ആളാണല്ലോ. എല്ലാ ഇലക്ഷൻ നടത്തും പ്രവർത്തനം തന്നെ. ഇപ്പോൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ഇത്തവണ ദിവസങ്ങളൊക്കെ കുറവായതൊരു പ്രശ്നമാകുന്നുണ്ടോ? അതോ കുറച്ചുകൂടെ ദിവസങ്ങളുണ്ടെങ്കിൽ കുറേയെങ്കിലും നമുക്ക് ടൈറ്റ് ഷെഡ്യൂൾഡായിപ്പോയി. ദിവസങ്ങൾ കുറഞ്ഞതുകൊണ്ട് ടൈറ്റ് ഷെഡ്യൂൾഡായിപ്പോയി എന്നൊരു പ്രശ്നമേ ഉള്ളൂ. എങ്കിലും പരമാവധി മണ്ഡലം കുറച്ച് വലിയ മണ്ഡലമാണല്ലോ, എല്ലാ മണ്ഡലത്തിനും ഭാഗങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്, ആളുകൾ പരമാവധി കണ്ടിട്ടുണ്ട്. അങ്ങനെ വലിയ മത്സരമൊന്നും നടക്കുന്ന ഒരു മണ്ഡലമായിരുന്നില്ല തളിപ്പറമ്പ്. ഇത്തവണ ചിത്രമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു പോരാട്ടം, ഒരു തെരഞ്ഞെടുപ്പ് ചൂട്, അതൊക്കെ ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇല്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മണ്ഡലത്തിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അങ്ങനെ ആ സന്ദർഭത്തിലുണ്ടായിരുന്ന ഇന്ന് വ്യത്യസ്തമായ ഒരു ചൂട് എനിക്കിവിടെ തോന്നിയില്ല ഇലക്ഷൻ്റെ ഭാഗമായിട്ട്. ഇല്ല, TK ഗോവിന്ദനാണ് UDFൻ്റെ പിന്തുണയോടെ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഒരു എതിരാളിയെ കാണുന്നത്? ആ രീതിയിൽ ഒരു വോട്ടുകളൊക്കെ CPMൻ്റെ അകത്തുനിന്ന് പോകും അങ്ങനെയുള്ളൊരു ആശങ്ക എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു ആശങ്കയില്ല. CPM സംബന്ധിച്ചിടത്തോളം പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വോട്ടുകളൊക്കെ പോവുക. അതൊക്കെ പിന്നീട് വേറെ സ്വാഭാവികമായിട്ടൊരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് അനുകൂലമായ വാദഗതി ഉണ്ടാക്കുമല്ലോ, അത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഉയർത്തിയ പല ആരോപണങ്ങളുണ്ടായിരുന്നു, അതിനൊന്നും ടീച്ചർ അങ്ങനെ മറുപടി നൽകി പോയിട്ടില്ല. അത് അങ്ങനെ തന്നെ പോകാം എന്ന് തന്നെയാണോ തീരുമാനം ഉദ്ദേശിക്കുന്നത്? നമ്മൾ എതിർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അയാൾ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും പദാനുപദം മറുപടി പറഞ്ഞു പോകുന്നത് ശരിയല്ല, അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ടീച്ചർ ഇവിടെ ചെയർപേഴ്സൺ ആയിരുന്നു, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണോ വോട്ട് ചോദിക്കുന്നത്? മറ്റേതെങ്കിലും രീതിയിലുള്ള വികസനം ആ രീതിയിൽ അല്ലല്ല, അത് വോട്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ അസംബ്ലിയിലേക്കാണ്. നമ്മളിപ്പം അസംബ്ലി ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള മണ്ഡലത്തിലെ ആകെ വികസനങ്ങളെ ചൂണ്ടിക്കാണിക്കുക. അതേ സന്ദർഭത്തിൽ ആന്തൂർ നഗരസഭയുടെ ചെയർമാനായതുകൊണ്ട് തളിപ്പറമ്പ് നഗരസഭ ജനങ്ങൾക്ക് എന്നെ അറിയാം. ആ സന്ദർഭത്തിൽ ജനങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ പോകുന്ന സന്ദർഭത്തിൽ അവരൊരു മേഖലയിൽ ചെയ്ത കാര്യങ്ങളെപ്പറ്റി എനിക്ക് വീട് വന്നത് നിങ്ങളുടെ കാലത്താണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മണ്ഡലത്തിലെ വികസനമാണ് നമ്മൾ മണ്ഡല ഇലക്ഷൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുക, പ്രാദേശികമായിട്ടല്ലല്ലോ. ഒരു മൂന്നാം സർക്കാർ പിണറായി സർക്കാർ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുന്ന് ജയിച്ചു പോവുകയാണെങ്കിൽ ഒരു മന്ത്രിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. ഞാനിപ്പോൾ MLA ആയിട്ടാണ് മത്സരിക്കുന്നത്. MLA ആവുകയാണ് പ്രധാനം. പിന്നെ ആരാണ് മന്ത്രിയാകുന്നത് നമ്മുടെ പാർട്ടി ഇലക്ഷൻ കയറ്റാൻ തീരുമാനിക്കുക. അപ്പോൾ വികസനം മുൻനിർത്തിയാണ് പ്രചാരണം മുഴുവൻ? അതെ, വികസനം തന്നെ വികസനം മുൻനിർത്തിയാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഒരു ഭൂരിപക്ഷം കൂടി ഒന്ന് പറയാമോ? കഴിഞ്ഞ തവണ 22,000 ആ ഭൂരിപക്ഷത്തിൽ എണ്ണം പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി ഭൂരിപക്ഷം കൂടും. ഭൂരിപക്ഷം ഉയരും. ഭൂരിപക്ഷം ഉയരും. ഒരു വിവാദങ്ങളും നമ്മളെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല, ഭൂരിപക്ഷത്തെ ബാധിക്കും? ഇല്ല, ഒന്നും ബാധിക്കില്ല. അങ്ങനെ തന്നെയാണ്, വലിയ ആത്മവിശ്വാസത്തിലാണ് ടീച്ചർ ഉള്ളത്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഇത്തവണയും തളിപ്പറമ്പിൽ വിജയിക്കാൻ കഴിയും, LDF വിജയിച്ചു വരും എന്നുള്ളതാണ് ടീച്ചറുടെ പ്രതീക്ഷ, ആത്മവിശ്വാസം. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.